പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. അനന്തരം യഹോവ യോശുവയോട് അരുളി ചെയ്തത്, ഭയപ്പെടരുത്, വിഷാദിക്കരുത്. പടജനത്തെയൊക്കെയും കൂട്ടി പുറപ്പെട്ട് ഹായിയിലേക്ക് ചെല്ലുക. ഞാൻ ഹായി രാജാവിനെയും അവന്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. നമ്മുടെ ഒരു പരാജയം കാരണം ദൈവം നമ്മെ ഉപേക്ഷിച്ചുവെന്ന് നാം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, ഞാൻ പരാജയപ്പെട്ടു, ദൈവം എന്നെ ഇനി ഉപയോഗിക്കുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചിന്തകൾ ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തെ തളർത്താറുണ്ട്. പക്ഷെ ഇന്നത്തെ ദൈവവചനം പറയുന്നു, പരാജയത്തിന് ശേഷം ദൈവം നമ്മെ അവസാനിപ്പിക്കുന്നില്ല, വീണ്ടും എഴുന്നേൽക്കാൻ വിളിക്കുന്നു എന്ന്. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യമായ നമ്മുടെ വചനത്തിൽ യോശുവയുടെ ദൈവം പറയുന്നു, ഭയപ്പെടണ്ട, അധൈര്യപ്പെടണ്ട, എഴുന്നേറ്റ് ഹായിയിലേക്ക് ചെല്ലുക. ഇത് പറയുന്നത് ഒരു സാധാരണ സമയത്തല്ല. ഇതിനു മുൻപ് ഇസ്രായേൽ ഹായിയോട് യുദ്ധം ചെയ്തപ്പോൾ അവർ പരാജയപ്പെട്ടു, അവരുടെ ഹൃദയം തകർന്നു, യോശുവ പോലും ദൈവസന്നിധിയിൽ വീണ് കരഞ്ഞു. പക്ഷേ ദൈവം അവരുടെ കഥ അവസാനിപ്പിച്ചില്ല. ദൈവം പറയുന്നു, ഭയപ്പെടണ്ട, എഴുന്നേൽക്കുക. ഇവിടെ നാം കാണേണ്ടത് ഇതാണ്, ദൈവത്തിന്റെ കൃപ നമ്മുടെ പരാജയത്തെക്കാൾ വലുതാണ്. നമ്മുടെ തെറ്റുകൾ ദൈവത്തിനറിയാം, നമ്മുടെ വീഴ്ചകൾ ദൈവത്തിനറിയാം, നമ്മുടെ ബലഹീനതകൾ ദൈവത്തിനറിയാം. എന്നിട്ടും ദൈവം പറയുന്നു, എഴുന്നേൽക്കുക. ഇതാണ് കൃപയുടെ അത്ഭുതം. ചിലപ്പോൾ നാം നമ്മുടെ കഴിഞ്ഞ പരാജയത്തെ നോക്കി ഇന്നത്തെ ദൈവത്തിന്റെ വിളി കേൾക്കാതെ പോകുന്നു. അന്ന് ഞാൻ പരാജയപ്പെട്ടു, അന്ന് ഞാൻ തെറ്റിച്ചു. പക്ഷെ ദൈവം ചോദിക്കുന്നത്, ഇന്ന് നീ എൻ്റെ വാക്ക് കേട്ട് വീണ്ടും എഴുന്നേൽക്കും. പത്രോസിനെ ഒന്നോർക്കുന്നത് നല്ലതല്ലേ? യേശുവിനെ ഒരിക്കലും തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞതായ പത്രോസ് തന്നെയാണ് പിന്നീട് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നത്. അത് പത്രോസിന്റെ ജീവിതത്തിലെ വലിയ പരാജയമായിരുന്നു. പക്ഷെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പത്രോസിനോട് പറയുന്നു, നീ പരാജയപ്പെട്ടു, ഇനി നിനക്കൊന്നും ചെയ്യാനില്ല എന്നല്ല. യേശു വീണ്ടും അവനെ സമീപിച്ച് അവന്റെ ജീവിതത്തെ പുനഃസ്ഥാപിച്ച് വീണ്ടും ദൗത്യം നൽകി. കാരണം ഒരു പരാജയം ദൈവത്തിന്റെ പദ്ധതിയുടെ അവസാന വാക്കല്ലല്ലോ. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ചില ഹായികൾ ഉണ്ടായേക്കാം. പരാജയപ്പെട്ട തീരുമാനം, നിറവേറ്റാൻ കഴിയാതെ പോയ ഉത്തരവാദിത്വം, വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്ന പഴയ തെറ്റ്. പക്ഷെ ദൈവം നമ്മോട് പറയുന്നു, ഭയപ്പെടണ്ട, അധൈര്യപ്പെടണ്ട, എഴുന്നേൽക്കുക. നിന്റെ കഴിഞ്ഞ ദിവസം നിന്റെ ഇന്നത്തെ ദിവസം നിർണയിക്കേണ്ടതില്ല. ദൈവം നിന്റെ പരാജയത്തെക്കാൾ വലുതാണ്. ദൈവത്തിന്റെ കൃപ നിന്റെ വീഴ്ചയേക്കാൾ ആഴമുള്ളതാണ്. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ചോദിക്കാം, എൻ്റെ പഴയ പരാജയം കാരണം ഞാൻ ദൈവം തരുന്ന പുതിയ അവസരം നിരസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ദൈവം നമ്മെ വീണ്ടും പ്രാർത്ഥനയിലേക്ക് വിളിക്കുന്നുണ്ടാകാം, ഒരു ബന്ധം ശരിയാക്കാൻ വിളിക്കുന്നുണ്ടാകാം, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വിളിക്കുന്നുണ്ടാകാം, വിശ്വാസത്തോടെ മുൻപോട്ട് നടക്കാൻ വിളിക്കുന്നുണ്ടാകാം. ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തിലെ ഹായി ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് തളരാതെ ദൈവത്തോട് പറയുക, കർത്താവേ, വീണിടത്ത് എന്നെ വിട്ടുകളയരുതേ. നിന്റെ വാക്ക് കേട്ട് വീണ്ടും എഴുന്നേൽക്കാൻ എന്നെ സഹായിക്കണമേ. പരാജയം ഒരു സ്ഥലം മാത്രമാണ്, അത് നമ്മുടെ അന്തിമ ലക്ഷ്യമല്ലല്ലോ. ദൈവം യോശുവയോട് പറഞ്ഞു, എഴുന്നേറ്റ് ഹായിയിലേക്ക് ചെല്ലുക. ഇന്നും ദൈവം നമ്മോട് പറയുന്നു, ഭയപ്പെടണ്ട, അധൈര്യപ്പെടണ്ട, എഴുന്നേൽക്കുക. നിന്റെ പരാജയം അവസാന വാക്കല്ല, ദൈവത്തിന്റെ കൃപയാണ് അവസാന വാക്ക്. ആ ദൈവത്തിന്റെ അടുത്തേക്ക് നമുക്ക് കടന്നു പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ പരാജയങ്ങളും വീഴ്ചകളും കാരണം തളർന്നിരിക്കുന്ന ഹൃദയങ്ങളെ ഇന്ന് സ്പർശിക്കണമേ. കഴിഞ്ഞ നിന്റെ ഭാരത്തിൽ ഞങ്ങളെ ബന്ധിക്കാതെ നിന്റെ വാക്ക് കേട്ട് വീണ്ടും എഴുന്നേൽക്കാനുള്ള കൃപ തരണമേ.
ഭയത്തെ മാറ്റി വിശ്വാസം തരണമേ. നഷ്ടപ്പെട്ട ധൈര്യം പുതുക്കണമേ. ഇന്ന് നിന്റെ വാക്കനുസരിച്ച് ഒരു പുതിയ ചുവടെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.